ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് കരിങ്കാലി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു മാല, കരിങ്കാലി ആ ഒരു മുത്തുകൊണ്ടുള്ള മാലയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രാധാന്യം, അത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കേണ്ട ആ ഒരു സാഹചര്യം, പിന്നെ നമ്മൾ കയ്യിലോ കഴുത്തിലോ ഒക്കെ ഇടുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഡബിൾ എനർജി, ഇവിൾ എനർജി ഒക്കെ മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഒന്നും നമ്മളിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മൾ ധരിക്കേണ്ടതെന്നും അതിനെ നമുക്ക് ഓരോ തവണയും ക്ലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കരിങ്കാലി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു മാല എന്നൊക്കെ പറയുമ്പോൾ അത് എബണി ബ്ലാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ കരിമരം എന്ന് പറയുന്ന ആ ഒരു തടിയിൽ നിന്നാണ് ഈ മുത്തുകൾ ഉണ്ടാക്കുന്നത്. ആ തടി ഇങ്ങനെ മുറിച്ചാൽ അത് നല്ല കറുപ്പ് കളറായിരിക്കും. അപ്പോൾ ഈ കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ശരീരത്ത് അണിയുകയും നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ഇവിളായി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് അത് നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മളുടെ എനർജി ലെവൽ ഉള്ളിലേക്ക് അത് കയറാതെ നമ്മളെ സംരക്ഷിക്കും. ഈവിളായി അല്ലെങ്കിൽ ഡാർക്ക് എനർജി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഒരാളുടെ അടുത്ത് സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് കയറുമ്പോൾ അവർക്ക് ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രസൻസ്, ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ സ്റ്റെയർ ചെയ്ത് നോക്കും, ചിലപ്പോൾ അവർക്ക് വലിയ അരോസകരമായിട്ട് തോന്നും, എന്താ ഒരു വ്യത്യാസം തോന്നും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എനർജി ലെവലിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വൈബ്രേഷനിലുള്ള വ്യത്യാസം അവർക്ക് നന്നായിട്ട് തോന്നുകയും അവരുടെ ആ ഒരു വിശ്വാസപ്രകാരം ചിലപ്പോൾ ദൈവവിശ്വാസം അല്ലാത്ത ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു വൈബിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരും. അസൂയുള്ളവർ, ജലസുള്ളവർ, അല്ലെങ്കിൽ കുശുമ്പുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിതത്തിൽ സമൂഹത്തിൽ ഒന്നും നല്ല രീതിയിൽ വളരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷനുള്ള ആളുകളുടെ എല്ലാം നെഗറ്റീവ് ആ ഒരു എനർജി അവർ നമ്മളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് സെൻസ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ എനർജി എല്ലാം നമ്മളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പാത്തിലേക്ക് നടക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കരിങ്കാലി ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇവിളായി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജി എല്ലാം അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത്, കരിങ്കാലി ബ്രേസ്ലെറ്റ് നമ്മുടെ ചൊവ്വാഗ്രഹത്തിനെ പ്രതിദാനം ചെയ്യുന്നു. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് മംഗള എന്ന് പറയുന്ന ഒരു ദൈവമാണ്. അതായത് ശിവഭഗവാനും ഭൂമിദേവിക്കും ഉണ്ടായതാണ് മംഗള എന്ന് പറയുന്ന ആ ഒരു ഡയറ്റിയാണ് നമ്മളുടെ ചൊവ്വാഗ്രഹത്തിൽ പ്രതിദാനം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹം അല്ലെങ്കിൽ മാർസ് എന്ന് പറയുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ഒരു അരഗൻ ക്യാരക്ടർ അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളൊരു ഫൈറ്റ്, ഒരു ആക്ഷൻ മോഡിൽ ഒക്കെ ഉള്ള ഒരു ഗ്രഹമായതുകൊണ്ട് നമ്മൾ ഈ ബ്രേസ്ലെറ്റ് എപ്പോഴും ഇടുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും നമുക്ക് ഉണ്ടാവുകയും നമുക്ക് എന്തൊരാക്ഷൻ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നാലും അതൊരു സക്സസ് അല്ലെങ്കിൽ ഒരു വിക്ടറി അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ അബണ്ടൻസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള എല്ലാ ബ്ലോക്കുകളും മാറ്റി നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരു പാത തന്നെ എപ്പോഴും ആ ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങളും വൻ വിജയത്തിലേക്ക് നേടിയെടുക്കാൻ ഈ ബ്രേസ്ലെറ്റ് അണിയുന്നത് കൊണ്ട് അത് സഹായിക്കും. പിന്നെ നമ്മൾ മരണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിൽ
തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കഴിവതും ഇത് നമ്മൾ ഊരി വെച്ചിട്ട് അതിനൊക്കെ പോവുക എന്ന് ഞാൻ പറയും. കാരണം അതിനെ തന്നെ നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം അതിനെ മാറ്റി വയ്ക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ തിരിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ പനിനീര് കൊണ്ട് റോസ് വാട്ടർ എന്നൊക്കെ പറയും. പിന്നെ പുരുഷന്മാരാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ മാലയായാലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് പാലിലൊന്ന് ചേർത്ത് ക്ലെൻസ് ചെയ്തെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മാർസ് ഗ്രഹം അല്ലെങ്കിൽ ചൊവ്വ ഗ്രഹം എന്ന് പറയുന്ന ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും വൻ വിജയത്തിലേക്ക് ആ ബ്ലെസ്സിങ്സ് തരുന്നത് കൊണ്ടും ഫെമിനിൻ മസ്കുലിൻ എനർജിക്ക് രണ്ട് രീതിയിലുള്ള ക്ലെൻസിങ് ആയതുകൊണ്ട് ഇതൊന്ന് ചെയ്താൽ അത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മാല എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം നമുക്ക് തന്നെ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ആ ഒരു ഡാർക്ക് എനർജിയിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റഡായി അല്ലെങ്കിൽ സംരക്ഷിച്ച് നമ്മളെ മുന്നോട്ട് നടത്തുന്നു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ യാതൊരു ബ്ലോക്കേജും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇതിന് സമമായി നിൽക്കുന്ന വേറെ ക്രിസ്റ്റലുകളാണ് അമത്തീസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമോളിൻ അല്ലെങ്കിൽ ടൈഗേഴ്സ് ഐ എന്നൊക്കെ പറയുന്ന ക്രിസ്റ്റൽസ്. ഇതൊന്നും വലിയ വില കൊടുത്തൊന്നും വാങ്ങിക്കാതെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല ഏതെങ്കിലും കമ്പനിയുടെ വളരെ വില കുറച്ചുള്ള ക്രിസ്റ്റൽസ് വാങ്ങിച്ച് അത് ക്ലെൻസ് ചെയ്തതിന് മാത്രം ഏത് തരത്തിലുള്ള രുദ്രാക്ഷം, ജപമാല അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രിസ്റ്റൽസ് ഏത് നമ്മൾ കൈ കിട്ടുമ്പോൾ അത് നമ്മളുടെ എനർജി അല്ല, അത് മാനുഫാക്ചർ ചെയ്ത് വന്ന് അവർ ക്ലെൻസ് ചെയ്തു അല്ലെങ്കിൽ ചാർജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ എനർജിയായിട്ടൊരു അഡാപ്റ്റേഷൻ വേണമെങ്കിൽ അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാവൂ. അപ്പോൾ ഈ പറഞ്ഞ ക്രിസ്റ്റൽസ് എല്ലാം നമ്മളിലേക്ക് വരുന്ന ഈവിളായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയെ അങ്ങ് അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്ത് നമ്മളെ തന്നെ വളരെ പോസിറ്റീവാക്കി എപ്പോഴും നിർത്താനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെപ്പോഴും ഓർക്കുമ്പോഴെല്ലാം ഈശ്വരനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. നമ്മളുടെ ചുറ്റിനും ഒരു ഓറ പോലെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു കയ്യിൽ ഇങ്ങനെ പൗച്ചിൽ നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ എപ്പോഴും ആ ഒരു സംരക്ഷണത്തിലുള്ളപ്പോൾ ഭൂമിയിലുള്ള ഒരു ശക്തികളും നിങ്ങളെ അത് തൊടില്ല. പിന്നെ ഈ ക്രിസ്റ്റൽസിനെ എല്ലാം നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പനിനീര് അല്ലെങ്കിൽ റോസ് വാട്ടർ വെച്ച് കഴുകുക, അല്ലെങ്കിൽ നമ്മുടെ കിണറിലോ അല്ലെങ്കിൽ പൈപ്പിലോ വരുന്ന ശുദ്ധമായ വെള്ളം അതുകൊണ്ട് കഴുകുക. പിന്നെ പാല് അത് വെച്ച് കഴുകുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് എന്ന് പറയുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നില്ല. എന്നാലും അത് വെച്ച് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് സാധാരണ രീതിയിൽ ചെയ്യാവുന്നത്, അല്ലാതെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്ന രണ്ട് ടെക്നിക്ക് എന്ന് പറയുന്ന ഒന്ന്, നമ്മുടെ ഫുൾ മൂൺ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മളുടെ ക്രിസ്റ്റൽ രാത്രി ചന്ദ്രഭഗവാൻ വളരെ പൂർണ്ണ ശോഭയോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റേസ് വന്ന് വീഴുന്ന ഏതെങ്കിലും വീടിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ ആ ക്രിസ്റ്റൽ വെച്ച് നമ്മൾ ആ ചന്ദ്രഭഗവാന്റെ ബ്ലെസ്സിങ്സ് അതിൽ കിട്ടി ക്ലെൻസ് ആയി എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം രാവിലെ നമ്മളത് എടുത്ത് അണിയുകയോ മാറ്റി സൂക്ഷിച്ച് വയ്ക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ക്രിസ്റ്റൽസ് ക്ലെൻസ് ചെയ്യുന്നതിന് വേറെ മാർഗം എന്ന് പറയുന്നത് ബ്രൗൺ റൈസ്, നമ്മൾ ആഹാരം കഴിക്കുന്ന തവിടുള്ള അരി അല്ലെങ്കിൽ നെല്ല് കുത്തിയ അരി എന്നൊക്കെ പറയുന്ന ബ്രൗൺ റൈസ് ഒരു പാത്രത്തിലെടുത്ത് ആദ്യം ഈ ക്രിസ്റ്റലിനെ ആ പാത്രത്തിൽ വെച്ചിട്ട് ആ ക്രിസ്റ്റൽ നികന്ന് മൊത്തം കാണാത്ത രീതിയിൽ ഉള്ള അത്രയും ലെവലിൽ നമ്മൾ അരി ഇടുക. ക്രിസ്റ്റൽ ഇപ്പോൾ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ആ ക്രിസ്റ്റൽ വെക്കുക, അല്ലെങ്കിൽ ആ ബ്രേസ്ലെറ്റ് വെക്കുക, അല്ലെങ്കിൽ മാലയാണെങ്കിൽ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ചുരുട്ടി അവിടെ വെക്കുക. അതൊന്ന് നികരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ബ്രൗൺ റൈസ് കൊണ്ട് അത് കാണാത്ത രീതിയിൽ അങ്ങ് മറച്ചു വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ശുദ്ധമായ രീതിയിൽ പൂജാമുറിയിൽ വെച്ചാലും മതി, ഒരു 7 ദിവസം അവിടെ വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കുക. ഇതെല്ലാമാണ് ക്രിസ്റ്റൽ ക്ലെൻസ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള രീതി എനിക്കറിയാവുന്നത്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ധരിച്ചാലും ഇല്ലെങ്കിലും
ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ കുഞ്ഞാണെന്നുള്ള സങ്കല്പത്തിൽ, ആ ഒരു വിശ്വാസത്തിൽ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും അവിടെയെല്ലാം ഈശ്വരനെ ഓർത്തുകൊണ്ട്, ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു മന്ത്രം പോലെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം, കർമ്മങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനേ തോന്നുകയുള്ളൂ. അതിൻ്റെ ഫലവും അതുപോലെ മനോഹരമായിരിക്കും. അതുകൊണ്ട് തന്നെ യാതൊരു വൻ ശക്തികളും നമ്മളുടെ പാതയെ ബ്രേക്ക് ചെയ്യാനായിട്ട് വരില്ല. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.